ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇന്ന് പ്രയാണം സീരീസിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ PYQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 101/22 ആണ്. അപ്പോൾ ഇതിലെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജോഗ്രഫി, സിവിക്സ് ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഓപ്ഷൻ എ ടെറൈൻ യുദ്ധം 1191, ഓപ്ഷൻ ബി ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1528, ഓപ്ഷൻ സി വാണ്ടിവാഷ് യുദ്ധം 1760, ഓപ്ഷൻ ഡി ഹൽഡിഗാട്ടി യുദ്ധം 1581. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹൽഡിഗാട്ടി യുദ്ധം 1581 എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കാലഗണന പ്രകാരം എഴുതുക. റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി, ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി. ഇതിൻ്റെ ആൻസർ വരുന്നത് ആദ്യം ബംഗാൾ വിഭജനം. അത് കഴിഞ്ഞ് ലക്നൗ ഉടമ്പടി. റൗലറ്റ് ആക്ട്. അത് കഴിഞ്ഞിട്ട് പൂന ഉടമ്പടി. ഇതാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ആയിരത്തി 1773 റെഗുലേറ്റിംഗ് ആക്ട്. അത് വരുന്നത് ഡി ആണ്. വാറൻ ഹോസ്റ്റിങ്ങിൻ്റെ ടൈമിലാണ്. റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹോസ്റ്റിങ്ങിൻ്റെ സമയത്താണ്. അടുത്തത് രണ്ടാമത്തത് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം. അത് വരുന്നത് സി ആണ്. വെല്ലസ്ലിയുടെ സമയത്താണ്. മൂന്നാമത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. അത് വരുന്നത് എ ആണ്. മായോ പ്രഭുവിൻ്റെ സമയത്താണ് വരുന്നത്. നാലാമത്തത് ഓഗസ്റ്റ് ഓഫർ. അത് ലിൻഡിക്കോൻ്റെ സമയത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാഴ്സോ ഉടമ്പടി നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വന്നത് ഓപ്ഷൻ ബി 1955. വാഴ്സോ പാക്ട് ഏതാണ് വർഷം? 1955 നിലവിൽ വന്നത് എന്ന കാര്യം ഓർക്കുക. അഞ്ചാമത്തെ ചോദ്യം, പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അതേതാണ്? ആചാരഭൂഷണം. ശ്രീനാരായണ ഗുരു ഡി ദൈവദശകം. മൂന്നാമത്തത് ചട്ടമ്പി സ്വാമികൾ എ അദ്വൈത ചിന്ത പദ്ധതി. KP കറുപ്പൻ ബി സ്ത്രീവിദ്യ പോഷിണി. KP കറുപ്പനാണ്, പണ്ഡിറ്റ് കറുപ്പനാണ് ഏത് അരയ സമാജം സ്ഥാപകൻ. അതുപോലെ മിശ്രഭോജനം നടത്തിയതും ആരാണ്?
അദ്ദേഹമാണ് എന്ന കാര്യം ഓർക്കുക. ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് നാണു ആശാൻ. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നത് സർവവിദ്യാധി രാജ. എന്ന പേരിലാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമം ഏതാണ് എന്നാണ് ചോദ്യം. 1 കുറിച്യ കലാപം, 2 ആറ്റിങ്ങൽ ലഹള, 3 ശ്രീരംഗപട്ടണം ഉടമ്പടി, 4 വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം. ഇതിൻ്റെ ആൻസർ വരുന്നത് ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപം. രണ്ടാമതായിട്ട് വരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി. അടുത്തത് വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം. നാലാമതായിട്ട് വരുന്നത് കുറിച്യ ലഹള. ഇതാണ് ഓർഡർ വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. തത്വബോധിനി സഭ, റഹനുമായി, മസ്തയാൻ സഭ, ധർമ്മസഭ, സേവാസദൻ. ഇതിൽ ആൻസർ വരുന്നത് എ ആണ്. അതായത് ഒന്നാമത്തെ തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ. റഹനുമായി മസ്തയാൻ സഭ വരുന്നത് ഡി ആണ്, നവറോജി ഫർഡോൻജി. മൂന്നാമത്തത് ധർമ്മസഭ വരുന്നത് രാധാകാന്ത ദേവ്. നാലാമത്തത് സേവാസദൻ BM മലബാറി. അങ്ങനെയാണ് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് എട്ടാമത്തെ ചോദ്യം. ബോസ്റ്റൺ ടീ പാർട്ടി, പ്രൈഡ്സ് പർജ്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, മെയ് 4th മൂവ്മെൻറ്റ്. ഇതിൽ സംഭവങ്ങൾ, അതായത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അത് പ്രത്യേകം ഓർക്കുക. ബന്ധപ്പെടാത്ത കാര്യങ്ങളല്ല, ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ് എന്നാണ് ചോദ്യം. ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഏതാണ് എന്നതാണ് ചോദ്യം. അതിൽ വരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയും, ഏതൊക്കെയാ? ബോസ്റ്റൺ ടീ പാർട്ടി, അതുപോലെ തന്നെ മൂന്നാമത് വരുന്നത് ഏതാ? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ്.
ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. ഈ രണ്ട് സംഭവങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഓർക്ക് വിപ്ലവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഡിഗ്രി ലെവൽ എക്സാംസിന്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കണം. പ്രീവിയസ് ഇയറിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത്. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ റവന്യൂ ഭരണം, ഓപ്ഷൻ ബി മതപരമായ കാര്യങ്ങൾ, ഓപ്ഷൻ സി രാജകൊട്ടാരം, ഓപ്ഷൻ ഡി സൈനിക വകുപ്പ്. ഇതിൽ വരുന്നത് ഓപ്ഷൻ സി രാജകൊട്ടാരം ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ എ ഗൗരി പാർവതി ബായ്, ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ സി ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, ഓപ്ഷൻ ഡി ആയില്യം തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരികളും പ്രിലിംസ് അല്ല, ഡിഗ്രി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഭാഗത്തു നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ അവർക്ക് തിരുവിതാംകൂർ ഭരണാധികാരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ് അത്യാവശ്യം ആയത്? ഓപ്ഷൻ എ ഊർജ സ്രോതസ്സിൻ്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേക്ഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും വ്യാഖ്യാനവും വിശകലനവും. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയത് എല്ലാം ശരിയാണ്. ഇതിലെല്ലാം എന്ത് വേണം? റിമോട്ട് സെൻസിങ് ആവശ്യമാണ് എന്ന കാര്യം ഓർക്കുക. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജിയോഡെസി, കാർട്ടോഗ്രഫി, സി GIS, ഡി ഫോട്ടോഗ്രാമെട്രി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജിയോഡെസി. ഭൂമിയുടെ ഷേപ്പ് എന്താണ്? ജിയോയിഡ് ആണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഓർത്തിരുന്നാൽ മതി. എന്ത്? ജിയോഡെസി എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡെസി എന്ന് പറയുന്നത്. പതിമൂന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. ആരവല്ലി നിരകൾ, ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ, ബി നർമ്മദ താഴ്വാരം, റിഫ്റ്റ് താഴ്വാരം, സി ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ, കിഴക്കൻ തീരം, കാവേരി ഡെൽറ്റ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഏതൊക്കെയാണ്? ഇതെല്ലാം വരും അല്ലേ? ഇതെല്ലാം കറക്റ്റായിട്ട്. ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെയാണ്. നർമ്മദ താഴ്വാരം, റിഫ്റ്റ് താഴ്വാരം,
ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്ററാണ്. കിഴക്കൻ തീരം കാവേരി ഡെൽറ്റയിൽ. പതിനാലാമത്തെ ചോദ്യം, ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ എൽനിനോ പ്രവർത്തനം, ഓപ്ഷൻ ബി ലാനിനോ പ്രവർത്തനം, ഓപ്ഷൻ സി ജെറ്റ് സ്ട്രീം, ഓപ്ഷൻ ഡി ചുഴലിക്കാറ്റ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ജെറ്റ് സ്ട്രീം. ഇത് ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതകം. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളിലെ ലിംഗാനുപാതം എത്രയാണ്? ഓപ്ഷൻ എ 964, പതിനാറാമത്തെ ചോദ്യം, ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി GST എന്നാണ് നിലവിൽ വന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് 1 ജൂലൈ 2017. ഓപ്ഷൻ ബി ആണ്. പതിനേഴാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തവകാശം ഉള്ളത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു. മുകളിലത്തെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്. ഏതൊക്കെ? ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ബാങ്കാണ്. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. 2ഉം 3ഉം. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? RBI ബാങ്കാണ്. RBI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഡിഗ്രി എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നോക്കി വയ്ക്കേണ്ട ഒരു ടോപ്പിക്കാണ് RBI, എക്കണോമിക്സിലെ RBI എന്ന ടോപ്പിക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതു ചിലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുചിലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പലിശ അടവുകളാണ്.
19ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയിലും ഇൻസിഡൻസ് മറ്റൊരു വ്യക്തിയിലും ആയ നികുതിയാണ്. പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് എന്നാൽ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വ്യക്തിയിൽ ആകുന്ന നികുതിയാണ്. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് എന്നാൽ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വ്യക്തിയിലാകുന്ന നികുതിയാണ് ഏത്? പരോക്ഷ നികുതി എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതി. 1ാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൃഷിക്കാണ്. 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്തെന്നാണ്? 2ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് വ്യവസായത്തിനാണ്. ഇത് മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരുപത്തൊന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക, ദേശീയ ഏകീകരണവും ദേശനിർമ്മാണവും, വികേന്ദ്രീകൃതപരമായ ഭരണത്തിൻ്റെ വ്യാപനം, ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് 3 മാത്രം. ഏത്? വികേന്ദ്രീകൃതമായ ഭരണത്തിൻ്റെ വ്യാപനം. താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങളിൽ ഒന്ന് അസേർഷൻ എന്നും റീസൺ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ. രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എയും ബിയും ശരിയാണ്, പക്ഷേ എയുടെ ശരിയായ വിവരണമല്ല ഇത് ആർ. ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാകുവാൻ പാലിക്കേണ്ടത്? ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ചുരുങ്ങിയത് 5% സീറ്റിൽ ജയിക്കുക. ആകെ മുഖ്യമന്ത്രിമാരിൽ ചുരുങ്ങിയത് 2% മുഖ്യമന്ത്രിമാരെ നേടുക. സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ചുരുങ്ങിയത് 6% സാധുവായ വോട്ട് നേടണം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏത്? ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇത് ശരിയായിട്ടുള്ളത്. ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ്
വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ എ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, ഓപ്ഷൻ ബി ആസാം റൈഫിൾസ്, ഓപ്ഷൻ സി ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വിവരാവകാശ നിയമം RTI ആക്ട് നിലവിൽ വന്ന വർഷം 2005 വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ്. ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, ഒരു ചെയർപേഴ്സണും മറ്റ് 8 അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ. ഓപ്ഷൻ ബി, ലോക്പാലിലെ അംഗങ്ങളിൽ 50% ആൾക്കാർ ന്യായാധിപരായിരിക്കണം. ഓപ്ഷൻ സി, ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ഡി, ഒരംഗത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം 70. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 26ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? BN മിറ്റർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി എല്ലാം എന്തുണ്ടായിരുന്നു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണ്. ഇല്ലാതിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇരുപത്തിയേഴാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 44th അമെൻമെൻറ്റ്. 44ാം ഭരണഘടന ഭേദഗതി. ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? അപ്പോൾ അടിയന്തരാവസ്ഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഇത്രയും ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതിലൊക്കെ കൂടുതലായിട്ട് പോളിറ്റിയുടെ ഭാഗത്തുനിന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇത്, അടിയന്തരാവസ്ഥ. അപ്പോൾ അതും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും ഉള്ള കുറവ്. ഓപ്ഷൻ ബി, സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റി വയ്ക്കപ്പെടും. ഓപ്ഷൻ സി, ന്യായാധിപരുടെ ശമ്പളത്തിൽ ഉള്ള കുറവ്. ഓപ്ഷൻ ഡി, സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ച് വിടപ്പെടും. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? പ്രത്യാഘാതം അല്ലാത്തത് ആണ് ചോദിച്ചേക്കുന്നത്. സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ച് വിടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 3 തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെ? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇത് വരുന്നത് ആർട്ടിക്കിൾ 352, 356, 360 അങ്ങനെയാണ് വരുന്നത്.
29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ കർമ്മപരിധിയിൽ വരാത്തത് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ എ, സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ നികുതി വരുമാനം വീതിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുക. ഓപ്ഷൻ ബി, സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന് നൽകേണ്ടുന്ന ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് നിർണ്ണയിക്കാനുള്ള തത്വങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ഓപ്ഷൻ സി, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാൻ ഉള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ഓപ്ഷൻ ഡി, സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൺസോളിഡേറ്റഡ് ഫണ്ട് കൂട്ടുവാനുള്ള പ്രക്രിയകളെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക എന്നതാണ്. മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ, 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോവറിൻ, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇതിലില്ലാതിരുന്നത് ഏതാണ്? സെക്യുലർ ആണ്. മതേതരത്വം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സിവിക്സ്, ജോഗ്രഫി ഭാഗത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇംഗ്ലീഷിൻ്റെയും സയൻസ് ആൻഡ് ടെക്നോളജിയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഹേന മാം വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ നമുക്ക് പ്രയാണത്തിൻ്റെ അടുത്ത സെഷൻ കണ്ടിന്യൂ ചെയ്യാം. സോ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 101/22 101/22 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ PYQ സെഷൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെ PYQ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിസപ്ഷനിസ്റ്റ്, ദ ഇൻ്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ. പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് റെസ്യൂമേ ടുഡേ itself. Okay, identify the parts of speech of the underlined words respectively. ഓരോ രണ്ട് റെസ്യൂംസ് ഉണ്ട്, രണ്ട് റെസ്യൂമേ സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ മീനിങ് ഡിഫറൻസ് ഉണ്ട്. സോ ഇതിൻ്റെ രണ്ട് റെസ്യൂമേസിൻ്റെയും പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കിയേ, ഇൻ്റർവ്യൂ റെസ്യൂം ഓൺ മൺഡേ എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർവ്യൂ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് ഇറ്റ് വിൽ റെസ്യൂം ഓൺ മൺഡേ. അപ്പോൾ എന്താണത്? വേർബ് ആണല്ലേ. നിർത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം എഗെയിൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നതാണ് ഫസ്റ്റ് റെസ്യൂമി. സോ അതെന്താണ്? വേർബാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താ? പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് റെസ്യൂമി. ആ റെസ്യൂമി എന്താണ്? നമ്മുടെ CV എന്ന് പറയുന്ന റെസ്യൂമിയാണ് സെക്കൻഡ്. സോ അതെന്താണ്? ഇറ്റ്സ് എ നൗൺ. സോ വേർബ്, ആദ്യത്തെ വേർബും രണ്ടാമത്തെ നൗണും എന്നുള്ളതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വേർബും രണ്ടാമത്തെ നൗണും എന്നുള്ള ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. കറക്റ്റ് ആയിട്ടുള്ളത് വേർബ് ആൻഡ് നൗൺ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ ഡാഷ് ഗിവൺ എ ചലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. സ്റ്റുഡൻസിന് ഒരു ചലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ ഇന്നലെ കൊടുത്തു എന്നുള്ളതാണ്. where, was, have been and none of these ആണ് ഓപ്ഷൻസ്. ഏതാ വരിക? സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ were given. ഓക്കെ, were given a challenging task yesterday. ഇതെന്താണ്? ഒരു പാസീവിലേക്ക് മാറ്റിയതാണ് അല്ലേ. ശരിക്കും എങ്ങനെയാണ് വരിക? a challenging task was given to students yesterday എന്നാണ് വരിക. അപ്പം ചലഞ്ചിങ് ടാസ്ക് വാസ് ഗിവൺ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി? സ്റ്റുഡൻസ് എന്നാക്കി. ആദ്യം സ്റ്റുഡൻസ് എന്നാക്കുമ്പോൾ എന്താവും? ആ വാസ് എന്നുള്ളത് സ്റ്റുഡൻസ് ആവും സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് വേർ ആവും. സോ സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ വേർ ഗിവൺ എ ചലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. ഓക്കെ, ക്ലിയർ? ഓപ്ഷൻ എ വേർ ആണ് വരിക. ദെൻ ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡേക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. എന്താണ്? ഇന്നലെ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഇപ്പോൾ നല്ല തലവേദന ഉണ്ട് എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡേക്ക് നൗ
ആസ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. എന്താണ് വരിക? ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എ, ആം, ദ, നോ ആർട്ടിക്കിൾ റിക്വയർഡ്. എന്താണ് വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക്. ഒരു തലവേദന എന്നല്ലേ നമ്മൾ പറയുക. ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക്. സോ ടെറിബിൾ എന്നുള്ളതാണ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ വവലിൻ്റെ ആവശ്യം, ആനിൻ്റെ ആവശ്യമില്ല, എ മതി. ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക്. ഓപ്ഷൻ എ. Then, equanimity is one of the qualities desirable for a successful life. ഇക്വാനിമിറ്റി എന്ന് പറയുന്നത് സക്സസ്ഫുൾ ലൈഫിന് ആവശ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ നോക്കിയേ, ഇക്വാനിമിറ്റി എന്നുള്ളതിൻ്റെ വേർഡ് വിച്ച് ഇസ് ഇക്വാലൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിനോണിം ആണ്. ഓക്കെ, സിനോണിം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കറേജ്, കാംനെസ്, പൊളൈറ്റ്നെസ്, നൺ ഓഫ് ദിസ്. ഏതാണ്? ഇക്വാനിമിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മലയാളത്തിൽ സമചിത്തത എന്നൊക്കെ പറയുന്നതാണ്. അത് വളരെ സമചിത്തതയോടെ, സംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വളരെ കാമായിട്ട് സമാധാനത്തോടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇക്വാനിമിറ്റിയുടെ അർത്ഥം. സോ ഇവിടെ ഓപ്ഷൻസിൽ അതിൽ ഏതാ ഉള്ളത്? കറേജ്, കാംനെസ്, പൊളൈറ്റ്നെസ്, നൺ ഓഫ് ദിസ്. ഏതാണ്? കാംനെസ് ഉണ്ട് അല്ലേ? സോ ഓപ്ഷൻ ബി, കാംനെസ് ആണ് റൈറ്റ് ആൻസർ. Equanimity means calmness. Then next question. John was exculpated after a thorough investigation. Thorough investigation ശേഷം ജോണിനെ എക്സ്കൾപേറ്റ് ചെയ്തു എന്നാണ് പറയുക. എക്സ്കൾപേറ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അക്വിറ്റഡ്, എക്സോണറേറ്റഡ്, വിൻഡിക്കേറ്റഡ്, നൺ ഓഫ് ദിസ്. എക്സൽപേറ്റഡ്. അപ്പോൾ അക്വിറ്റഡിൻ്റെ മീനിങ് എന്താണ്? അക്വിറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്തു, അതിനുശേഷം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അയാളെ കുറ്റവിമുക്തനാക്കുന്നതാണ് അക്വിറ്റഡ്. ഓക്കെ, ലീഗൽ ടേമാണ് അക്വിറ്റഡ് എന്നുള്ളത്. കുറ്റവിമുക്തനാക്കുക എന്നുള്ള, വെറുതെ വിടുക എന്നുള്ള മീനിങ് ആണ് അക്വിറ്റഡ്. എക്സോണറേറ്റഡും സെയിം മീനിങ് ആണ്. എക്സോണറേറ്റഡ് ആയാലും എന്താണ്? കുറ്റവിമുക്തനാക്കി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. വിൻഡിക്കേറ്റഡ് എന്താണ്? ന്യായീകരിക്കുക ഒരു കാര്യം. ഓക്കെ, ന്യായീകരിച്ചു ഒരു കാര്യം, ചെയ്തതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കുക എന്നുള്ളതിന് ഓപ്പോസിറ്റാണ്. ന്യായീകരിച്ചുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് വിൻഡിക്കേറ്റഡ്. ഓക്കെ, ഇവിടെ എന്താണ്? നൺ ഓഫ് ദിസ്. ഇതൊന്നുമല്ല. ജോൺ വാസ് എക്സ്കൾപേറ്റഡ് ആഫ്റ്റർ തറോ ഇൻവെസ്റ്റിഗേഷൻ. അയാളെ പുറത്താക്കി എന്നുള്ളതാണ്. തറോ ഇൻവെസ്റ്റിഗേഷന് ശേഷം അയാളെ പുറത്താക്കി, ജോലിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ് എക്സ്കൾപേറ്റഡ്. സോ ഇതിൽ വരുന്ന ഒന്നും ഇതിന് മാച്ച് അല്ല. സോ നൺ ഓഫ് ദിസ്, ഓപ്ഷൻ ടി. Then several old buildings were pulled dash to construct new ones before the Olympics. ഒളിമ്പിക്സിന് മുമ്പായിട്ട് പഴയ കൺസ്ട്രക്ഷനിലുള്ള ബിൽഡിങ്സ് എല്ലാം മാറ്റി പുതിയത് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഓഫ്, എവേ, ഡൗൺ, നൺ ഓഫ് ദിസ്. ഫ്രേസിൽ വെർബാണ് ക്വസ്റ്റ്യൻ. പുൾ ഡൗൺ എന്നുള്ള, പുൾ ഡൗൺ ആണോ, പുൾ ഓഫ് ആണോ, പുൾ എവേ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാ വരിക? ബിൽഡിങ്സ് എല്ലാം എന്താണ്? പുൾ ഡൗൺ ചെയ്തു എന്ന് നമ്മൾ പറയല്ലേ. ബിൽഡിങ്സ് എല്ലാം പൊളിച്ചു കളയുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക എന്നുള്ള മീനിങ് ആണ് പുൾ ഡൗൺ. പുൾ ഡൗണിൻ്റെ മീനിങ് തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ്? കൺസ്ട്രക്ട് ചെയ്തൊരു കാര്യം പൊളിച്ചു കളയുക, നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പുൾ ഡൗൺ. അല്ലെങ്കിൽ വലിച്ചു താഴ്ത്തുക. ഓക്കെ, മോശപ്പെടുത്തുക, വലിച്ചു താഴ്ത്തുക, താഴെ ഇടുക, ഇങ്ങനെയുള്ള പല മീനിങ്സ് ഉണ്ട് പുൾ ഡൗൺ എന്നുള്ളതിന്. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട്, ബിൽഡിംഗ് ആയതുകൊണ്ട് ആ ഒരു ബിൽഡിങ്ങിനെ നശിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് പുൾ ഡൗണിന് വരിക. ഓക്കെ, സോ ഇവിടെ എന്താണ് വരിക? Several old buildings were pulled down to construct new ones before the Olympics. So option C, pulled down. Okay, phrasal verb എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Then tiger, tigress, drake, duck, ram, dash. Tiger, tigress പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? മെയിൽ പാർട്ട്ണർ എന്നിട്ട് അതിൻ്റെ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ടൈഗർ, ടൈഗ്രസ്, ഡ്രേക്ക്, ഡക്ക്. റാം ഏതാണ്? റാം എന്ന് പറയുന്ന ഏതാണ്? റാം, ഈവ്. ഓക്കെ, ഷീപ്പ്, മെയിൽ ഷീപ്പിനെയാണ് റാം എന്ന് പറയുന്നത്. ഓക്കെ, റാം എന്ന് പറയുന്ന മെയിൽ ഷീപ്പിനെയാണ്. ഫീമെയിൽ ഷീപ്പിനെ ഈവ് എന്നാണ് പറയുക. റാം ആൻഡ് ഈവ്. ഓക്കെ, റാം ആൻഡ് ഈവ് ആണ് ഷീപ്സ്. സോ റാം മെയിൽ ഷീപ്പാണ്, ഈവ് എന്ന് പറയുന്നത് ഫീമെയിൽ ഷീപ്പാണ്. ഓക്കെ, ഓപ്ഷൻ എ. Then select the wrongly spelled word. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇക്വിലിബ്രിയം ആൻഡ് സാക്രിലേജിയസ്. ഓക്കെ, ഇക്വിലിബ്രിയം മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്സ് ഇല്ല. ഇത് തന്നെയാണ് ഇക്വിലിബ്രിയത്തിൻ്റെ സ്പെല്ലിംഗ്. EQUILIBRIUM തന്നെയാണ്. നമുക്ക് തോന്നുന്നു 2 L ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് തോന്നും. ഇല്ല, ഇക്വിലിബ്രിയത്തിൽ ഒരു L ഉള്ളൂ. ഓക്കെ, സോ ഇക്വിലിബ്രിയം കറക്റ്റ് ആണ്. സാക്രിലേജിയസോ?
സാക്രിലേജിയസും ഇവിടെ കറക്റ്റാണ്, സ്പെല്ലിംഗ് കറക്റ്റാണ്, മിസ്റ്റേക്ക് ഇല്ല. സാക്രിലേജിയസ് ഈസ് ഓൾസോ കറക്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഏതാ വരിക? നെയ്തർ എന്നുള്ളതാണ്. ഏതാണ് മിസ്പെൽറ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നെയ്തർ, രണ്ടും മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ഹി ഈസ് എ മാൻ ഹു ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. ടു റെഡി ടു ബിലീവ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഓക്കെ, എന്തായിക്കോട്ടെ, എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കും എന്നുള്ള ആൾക്കാർ എന്താണ് പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഹി ഈസ് എ മാൻ ഹു ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. എപ്പോഴും എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവരെ എന്താണ് പറയുക? ഇൻ, ഈസ് ക്രെഡിബിൾ, ഈസ് ഡിസീറ്റ്ഫുൾ, ഈസ് ഫ്രോഡുലൻറ്റ്, നൺ ഓഫ് ദിസ്. ഈസ് ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിബിൾ എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നതെന്നാണ്. അതായത് അയാളെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. അയാൾ എന്ത് കേട്ടാലും വിശ്വസിക്കും എന്നുള്ളതല്ല. അയാൾ ക്രെഡിബിൾ ആണ് എന്ന് വെച്ചാൽ അയാളെ വിശ്വസിക്കാം എന്നുള്ളതാണ്. സോ ക്രെഡിബിൾ അല്ല. ഡിസീറ്റ്ഫുൾ എന്താണ്? വഞ്ചിക്കുന്ന ആൾക്കാരെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഡിസീറ്റ്ഫുൾ എന്ന് പറയുക. ഓക്കെ, വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരെയാണ് ഡിസീറ്റ്ഫുൾ. ഫ്രോഡുലൻറ്റ് അതുപോലെ തന്നെ, ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്കാം ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഫ്രോഡ്, എഗെയിൻ വഞ്ചന എന്നുള്ളൊരു മീനിങ് ആണ് ഫ്രോഡുലൻറ്റ്. ദെൻ നൺ ഓഫ് ദീസ്. ഇപ്പം എന്താണ്? ഇത് മൂന്നും അല്ല. സോ ആൻസർ എന്താ വരിക? നൺ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, ദെൻ had he been inoculated, effect of the disease dash milder on him. എന്താണ്? had he been inoculated. Inoculated means vaccinated എന്നുള്ള അർത്ഥമാണ്, കുത്തിവയ്പ്പ് എന്നുള്ള അർത്ഥമാണ്. had he been inoculated, effect of the disease dash milder on him. had been, will have been, would have been and none of these. എന്താണ് വരിക? would have been അല്ലേ? ഇവിടെ എന്താ വന്നത്? ഹി ഹാഡ് ബീൻ എന്നുള്ളതാണ്. ഹി ഹാഡ് ബീൻ ഇനോക്യുലേറ്റഡ്. ഹാഡ് ഹി ബീൻ ഇനോക്യുലേറ്റഡ്, കുത്തി വെച്ചത് കൊണ്ട് എഫക്റ്റ് ഓഫ് ദി ഡിസീസ് വുഡ് ഹാവ് ബീൻ മൈൽഡർ ഓൺ ഹിം. എന്താണ്? ആ എഫക്റ്റ്, ഡിസീസിൻ്റെ എഫക്റ്റ് ഓൾറെഡി വാക്സിനേറ്റഡ് ആയതുകൊണ്ട് കുറഞ്ഞേക്കാം. ഓക്കെ, വുഡ് ഹാവ് ബീൻ, ആ എഫക്റ്റ് കുറഞ്ഞേക്കാം എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ദെൻ അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. Our students have just had their dinner. 3 പാർട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് റോങ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, our students, മിസ്റ്റേക്ക് ഇല്ല. ഹാവ്, മിസ്റ്റേക്ക് ഇല്ല. our students ആണ്. ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്, കറക്റ്റ് ആണ്. ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ, അവിടെ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, മിസ്റ്റേക്ക് ഇല്ല. ഫുൾ സെൻറ്റൻസ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി, ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ദെൻ he scarcely admitted his mistakes. എന്താണ്? he is scarcely admitted his mistakes dash. ഓക്കെ, ഈസ്, he, has he, was he, none of these. എന്താണ് വരെ? ക്വസ്റ്റ്യൻ ടാഗ് ആണ് ക്വസ്റ്റ്യൻ. എന്താണ്? he scarcely എന്നുള്ളതിലാണ് പോയിന്റ് കിടക്കുന്നത്. scarcely എന്ന് പറയുന്നത് എന്താ? വളരെ വളരെ കുറവ്, അതായത് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്ക്, എല്ലാ ക്വസ്റ്റ്യൻ ടാഗ്സും പോസിറ്റീവാണ്. ഇനി ഏതാണ് ഇവിടെ ഓക്സിലറി വെർബ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്സിലറി വെർബ് ഏതാണ്? ഹി ഹാസ് സ്കാർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. ഹി ഹാസ്, അവൻ എന്താണ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഉണ്ട് എന്നല്ലേ പറയാം. ഇതുവരെ എന്താണ്? ഒരു തെറ്റ് ചെയ്താലും അത് അഡ്മിറ്റ് ചെയ്യില്ല, അത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, സ്കാർസ്ലി അഡ്മിറ്റഡ്, വളരെ കുറവ് മാത്രമാണ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കുള്ളൂ, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും സമ്മതിക്കില്ല. സോ സ്കാർസ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. ഹി ഹാസ് സ്കാർസ്ലി ആയതുകൊണ്ട് എന്താണ് ആൻസർ വരിക? ഹാസ് ഹി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഓപ്ഷൻ ബി, ഹാസ് ഹി. ദെൻ ജോൺ ഡാഷ് ഡൗൺ ഓൺ ദ ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. എന്താണ്? ഫുഡ് കഴിഞ്ഞ്, ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈ എന്നുള്ളതിൻ്റെ, കിടക്കുക എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ലൈ ഡൗൺ. ഓക്കെ, ലൈ ഡൗൺ എന്നുള്ളത് ഇവിടെ ഏതാണ് കറക്റ്റായിട്ട് വരിക? ഫോം ഓഫ് ദ വേർബാണ്. ലൈഡ്, ലേ, ലെയ്ഡ്. എന്താണ് വരിക? കിടക്കുക എന്നുള്ളത് ഏതാ? ലേ ആണ് അല്ലേ? LAY, ലേ ആണ് കിടക്കുക. ലൈ എന്നുള്ളതും പിന്നെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ലേ ആണ്. ഓക്കെ, ജോൺ ലേ ഡൗൺ ഓൺ ദ ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. സോ ഓപ്ഷൻ ബി, lay. Then Helen is the salt of the earth means Helen is very, എന്താണ് salt of the earth എന്ന് വെച്ചാൽ എന്താ അർത്ഥം? salt of the earth എന്ന് പറയുന്ന യൂസേജിൻ്റെ അർത്ഥം
വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, വളരെ സത്യസന്ധനായിട്ടുള്ള എന്നാണ് അർത്ഥം. ഭൂമിയിലെ ഉപ്പ് പോലെയുള്ളവർ എന്നാണ് പറയുക. ഭൂമിയിലെ ഉപ്പ് പോലെയുള്ളവർ, സോൾട്ട് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും സത്യസന്ധനായ മനുഷ്യനാണ് എന്നാണ് സോൾട്ട് ഓഫ് ദ എർത്തിൻ്റെ അർത്ഥം. സോ ഹെലൻ ഇസ് എ സോൾട്ട് ഓഫ് ദ എർത്ത് മീൻസ് ഹെലൻ ഇസ് വെരി ഓണസ്റ്റ്. ഓക്കെ, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് ഹെലൻ എന്നാണ് അർത്ഥം. സോ ഓപ്ഷൻ ബി, ഓണസ്റ്റ്. Then choose another adjective derived from pure. Pure എന്ന് പറയുന്ന ആ ഒരു അഡ്ജക്റ്റീവിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റ് അഡ്ജക്റ്റീവ് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇംപ്യൂർ, അൺപ്യൂർ, പ്യൂരിറ്റി, നൺ ഓഫ് ദിസ്. എന്താണ്? പ്യൂർ എന്ന് പറയുന്ന പോലെ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കണം. ഇതിനകത്ത് അഡ്ജക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? അൺപ്യൂർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള യൂസേജ് ആണ്. അൺപ്യൂർ എന്നൊരു നമ്മൾ ഉപയോഗിക്കാറില്ല. നെഗറ്റീവ് ആക്കുമ്പോൾ വരുന്നത് ഇംപ്യൂർ. പ്യൂർ അല്ലാത്തതിനെ നമ്മൾ അൺപ്യൂർ എന്നാണോ പറയുക? അല്ല, ഇംപ്യൂർ ആണ്. ഓക്കെ, ഇംപ്യൂർ. സോ ഇവിടെ വേറെ അഡ്ജക്റ്റീവാണ് ഇംപ്യൂർ. ഓപ്ഷൻ എ, ഇംപ്യൂർ. ഓക്കെ. Then John became the de facto ruler of England. De facto എന്ന് വെച്ചാൽ എന്താണ്? In fact, in reality, okay, actually എന്നാണ് മീനിങ്. de facto. de facto എന്ന് പറഞ്ഞ ഫ്രേസിൻ്റെ മീനിങ് എന്താണ്? ഇൻ ഫാക്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ആക്ച്വൽ സെൻസ്. സോ ഇവിടെ എന്താ വരിക? ആക്ച്വൽ, ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ്, ഹെറിഡിറ്ററി, നൺ ഓഫ് ദീസ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതാണ്? ഇൻ ഫാക്ട് എന്നുള്ളതാണ് മീനിങ്. de facto മീൻസ് actual ruler of England. John became the actual ruler of England എന്നുള്ളതാണ് de facto ruler of England. ഓക്കെ, സത്യസന്ധമായിട്ടുള്ള, ശരിക്കുമുള്ള, ഒറിജിനൽ ആയിട്ടുള്ള കാര്യത്തിനാണ് de facto എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. Then this medicine was proscribed 2 years ago. എന്താണ്? മെഡിസിൻ വാസ് പ്രോസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർബിഡൻ. പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി തരുന്നതാണ് അല്ലേ. അപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ട് എന്നർത്ഥം. ഇനി പ്രോസ്ക്രൈബ്ഡ് എന്ന് വെച്ചാലോ അനുവാദമില്ല, അത് ഫോർബിഡൻ ചെയ്തു, അത് ബാൻ ചെയ്തു എന്നുള്ള അർത്ഥമാണ് പ്രോസ്ക്രൈബ്ഡ്. ഓക്കെ, സോ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, എഴുതി തരുന്നു, ഓക്കെ, അനുവാദം തരുന്നു, ഈ മരുന്ന് കഴിച്ചോളൂ എന്നുള്ള അനുവാദം ഡോക്ടർ തരുന്നതാണ് പ്രിസ്ക്രൈബ്. പ്രോസ്ക്രൈബ് എന്താണ്? ഈ മരുന്ന് കഴിക്കരുത്, ഫോർബിഡൻ ചെയ്യുന്നതാണ്, ഇനി കഴിക്കരുത് എന്ന് പറയുന്നതാണ് പ്രോസ്ക്രൈബ്ഡ്. ഓക്കെ, സോ ദിസ് മെഡിസിൻ വാസ് പ്രോസ്ക്രൈബ്ഡ് 2 years ago മീൻസ് മെഡിസിൻ വാസ് ഫോർബിഡൻ 2 years ago. Okay, so option C is the right answer. Then please insist dash the bill when you make purchases in this supermarket with at for none of this. എന്താ വരിക? പ്ലീസ് ഇൻസിസ്റ്റ് ഡാഷ് ദ ബിൽ. ഇപ്പം പ്രപ്പോസിഷൻ എന്താണ്? ഇൻസിസ്റ്റ് കഴിഞ്ഞിട്ട് ഏത് പ്രപ്പോസിഷനാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രയർ കണ്ടിരുന്നു അല്ലേ. പ്രയർ കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വരിക? പ്രയർ കഴിഞ്ഞാൽ പ്രപ്പോസിഷൻ വരുന്നത് ടു മാത്രമാണ് നമ്മൾ കണ്ടു അല്ലേ. പ്രയർ ടു എന്ന് പറഞ്ഞ, പ്രയർ എന്ന് പറയുന്ന വേർഡ് ആണെങ്കിൽ അതിന് ശേഷം നമ്മൾ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യൂ. അതുപോലെ തന്നെ ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാൽ ഏത് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഏതാ യൂസ് ചെയ്യുക? ഓൺ ആണ്. ഓക്കെ, ഇൻസിസ്റ്റ് ഓൺ. ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഓൺ എന്നുള്ള പ്രപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യൂ. ഓപ്ഷൻസിൽ ഓൺ ഇല്ല. വിത്ത്, അറ്റ്, ഫോർ, നൺ ഓഫ് ദീസ് ആണുള്ളത്. സോ നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. ശരിക്കുള്ള ആൻസർ എന്താണ്? ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ്. ഓക്കെ, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ദെൻ ഓൾ സ്കൂൾസ് ഡാഷ് ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീ ഓപ്പണിംഗ്. എന്താണ്? ഡിസ്ഇൻഫെക്റ്റ് എന്നുള്ളതിൻ്റെ ഏത് ഫോമാണ് ഇവിടെ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓൾ സ്കൂൾസ് ആർ ഡിസ്ഇൻഫെക്റ്റിംഗ്, all schools are being disinfected, all schools disinfected, none of this. ഏതാണ് വരിക? all schools are being disinfected അല്ലേ. എല്ലാം ഇപ്പം നിലവിൽ എന്താണ്? ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, all schools disinfect today. ഇന്ന് എന്താണ്? ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നത്തോടെ ഡിസ്ഇൻഫെക്ഷൻ പരിപാടികൾ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? നാളെ ഓപ്പണിംഗ് ആണ്. ഓക്കെ, സോ ആർ ബീയിങ് ഡിസ്ഇൻഫെക്റ്റഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. എന്താണ്? കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. ആർ ബീയിങ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഇപ്പോൾ നിലവിൽ ഡിസ്ഇൻഫെക്ഷൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ റീ ഓപ്പണിംഗ് ആണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ആർ ബീയിങ് ഡിസ്ഇൻഫെക്റ്റഡ്. ഓപ്ഷൻ ബി. ഓക്കെ, പിന്നെന്താ? ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഡയറക്റ്റ് സ്പീച്ച് എന്താ വരുന്നത്? ഹെലൻ വിൽ
When will you arrive here tomorrow? Helen, when will you arrive here tomorrow? John said. Answer എന്താ? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ്. ജോൺ ആസ്ക്ഡ് ഹെലൻ വെൻ ഡാഷ് ദർ ദ നെക്സ്റ്റ് ഡേ. എന്താ വരിക? വിൽ ഷീ അറൈവ് ആണോ? ഷീ വുഡ് അറൈവ് ആണോ? വുഡ് ഷീ അറൈവ് ആണോ? നൺ ഓഫ് ദീസ് ആണോ? ഷീ വുഡ് അറൈവ് അല്ലേ? വെൻ വിൽ യു എന്നാണ് ചോദ്യം. ഇപ്പം യു എന്നുള്ളത് എന്താക്കണം? ഷീ എന്നുള്ളതാക്കണം. വിൽ എന്നുള്ളത് എന്താക്കണം? ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ പ്രസൻറ്റ് ടെൻസ് എല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. സോ വിൽ എന്താവും? വുഡ് ആവും. ഓക്കെ, ഷീ വുഡ്. പിന്നെ എന്താണ്? അറൈവ് എന്നുള്ള വേർബും ചേർക്കുക. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? വിൽ ഷീയും വുഡ് ഷീയും വരില്ല. എന്താണ്? വെൻ ഷീ വുഡ് അറൈവ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജോൺ ആസ്ക്ഡ് ഹെലൻ വെൻ ഷീ വുഡ് അറൈവ് ദർ ദ നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ, ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആക്കി. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ. ഓക്കെ, യെസ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് കൺ ബി കൺട്രോൾഡ് ബൈ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനങ്ങളെ നശിപ്പിക്കുക. അത് കൂട്ടാനായിട്ട് എന്തായാലും പറയില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ 1 അല്ല. റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ ശരിയാണ്. ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ അപ്പോൾ അതും ശരിയല്ല. റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബിയോ ഡിയോ ആണെന്നുള്ളത് ഫസ്റ്റ് കാര്യത്തിൽ നിന്ന് മനസ്സിലായി. എയും സിയും കട്ട് ചെയ്ത് പോയി. ഇനി എന്താണ്? റെഡ്യൂസിങ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. എനർജിയുടെ യൂസേജിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? പക്ഷേ എ ഓൾറെഡി നമ്മൾ മിസ്റ്റേക്ക് ആണെന്ന് കണ്ടതുകൊണ്ട് അത് നോക്കണ്ട. ബിയും സിയും മാത്രം നോക്കിയാൽ മതി. ബിയിൽ എന്താ പറയുന്നത്? ഇൻക്രീസിങ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിൻ്റെ യൂസ് കൂട്ടുക എന്നാണ് പറയുന്നത്. അത് നല്ലൊരു കാര്യമാണോ? അല്ല. ഫോസിൽ ഫ്യൂവലിന് പകരം റിന്യൂവബിൾ എനർജിയാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി മിസ്റ്റേക്ക് ആണ്. എന്ത് വരും? റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ, കട്ടിംഗ് ഡൗൺ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുക, ഫോസിൽ ഫ്യൂവലിൻ്റെ യൂസേജും കുറയ്ക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി. Then the main policy goal for the new science, technology and innovation policy is Srishti is the main policy goal to lead path for India. To translate this action into vision, a dedicated policy research cell is to establish all of the above. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് സൃഷ്ടി. ഓക്കെ, സൃഷ്ടി is the main policy goal to lead path to India. So the policy goal is to accelerate pace of discovery, diffusion and delivery of science-led solutions for serving the aspirational goals of India for faster, sustainable and inclusive growth. അതായത് ഒരു സയൻറ്റിഫിക് ടെമ്പർ കൂട്ടുക എന്നുള്ളതാണ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുക? സയൻറ്റിഫിക് ഒരു മേഖലയിൽ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വരിക, കൂടുതൽ ഇന്നോവേഷൻസ് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഡിസ്കവറീസിൻ്റെ പേസ് കൂട്ടുക. കൂടുതൽ ഡിസ്കവറീസ് നടക്കട്ടെ, കൂടുതൽ ഡിഫ്യൂഷൻ നടക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ആ ഒരു ഫീൽഡിലുള്ള കൂടുതൽ ഡെവലപ്മെൻ്റ് ആണ് ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് ഓൾസോ എന്താണ്? എ സ്ട്രോങ് ആൻഡ് വയബിൾ സയൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സിസ്റ്റം ഫോർ ദ ഹൈ ടെക്നോളജി ലെഡ് പാത്ത് ഫോർ ഇന്ത്യ. അതാണ് സൃഷ്ടി. സൃഷ്ടിയുടെ ഫുൾ ഫോം ആണ് സ്ട്രോങ് ആൻഡ് വയബിൾ സയൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സിസ്റ്റം ഫോർ ദ ഹൈ ടെക്നോളജി ലെഡ് പാത്ത് ഫോർ ഇന്ത്യ. സൃഷ്ടി ഈസ് ദ ഗോൾ ഓഫ് STI പോളിസി. STIയുടെ പോളിസി ഗോൾ എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. സൃഷ്ടി എന്താണ്? സ്ട്രോങ് ആൻഡ് വയബിൾ സയൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സിസ്റ്റം ഫോർ ദ ഹൈ ടെക്നോളജി. ഓക്കെ, then which of the following is not true about Indian space research? The first satellite launched in India was Aryabhatta. Great scientist Dr. Vikram Sarabhai is known as the father of Indian space research. ISRO was set up in 1962. ISRO reports to Department of Space, India. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇസ്രോ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ദെൻ എന്താണ് ആൻസർ വരിക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ISROനെ വെച്ച് നോക്കുമ്പോൾ ട്രൂ അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി വാസ് സെറ്റപ്പ് ഇൻ 1962 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്രോ സെറ്റപ്പ് ചെയ്തത് 1969 ആണ്. 1969 ഓഗസ്റ്റ് 15 ഇസ്രോ സെറ്റപ്പ് ചെയ്തത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് മിസ്റ്റേക്ക്. ഓക്കെ, പബ്ലിഷ് ഇൻ 1969 ഓഗസ്റ്റ് 15. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അന്തരീഷ് ഭവനാണ്. ബാംഗ്ലൂരിലെ അന്തരീഷ് ഭവനാണ് ഹെഡ് ക്വാർട്ടേഴ്സ്.
വിഷൻ എന്താണ്? ഹാർനസ് സ്പേസ് ടെക്നോളജി. സ്പേസ് ടെക്നോളജീനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഫാദർ ഓഫ് ISRO, ഫാദർ ഓഫ് ഇസ്രോ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ്. ദെൻ ഫസ്റ്റ് ചെയർമാൻ ഡോക്ടർ വിക്രം സാരാഭായ്. ഫസ്റ്റ് മലയാളി ചെയർമാൻ MGK മേനോൻ. ലോങ്സ്റ്റ് സെർവ് ചെയർമാൻ ഡോക്ടർ സതീഷ് ധവാൻ. ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ സതീഷ് ധവാൻ. കറന്റ് ഇസ്രോ ചെയർമാൻ ഇപ്പോഴത്തെ ആരാണ്? ഡോക്ടർ V നാരായണൻ. ഇന്ത്യൻ ആസ്ട്രോനോട്ട്സ് ആർ കോമൺലി നോൺ ആസ് വ്യോംനോട്ട്സ്. ഇന്ത്യൻ ആസ്ട്രോനോട്ട്സിനെ വ്യോംനോട്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് മിസൈൽ ടെസ്റ്റിംഗ് സെൻറ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മിസൈൽസ് ടെസ്റ്റിംഗ് സെൻറ്ററിൻ്റെ പേരാണ് വീലർ ഐലൻഡ്, ഒഡീഷ. ഒഡീഷയിലുള്ള വീലർ ഐലൻഡിലാണ് മിസൈൽ ടെസ്റ്റ് ചെയ്യുന്നത്. റീനെയിംഡ് ആസ് അബ്ദുൽ കലാം ഐലൻഡ് സെപ്റ്റംബർ 4 2015 നമ്മളതിനെ അബ്ദുൽ കലാം ഐലൻഡ് എന്ന് പേര് മാറ്റി. ദെൻ മാർക്കറ്റിംഗ് ഫേം ഓഫ് ഇസ്രോ. ഇസ്രോൻ്റെ മാർക്കറ്റിംഗ് ഫേം ആരാണ്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ACL എന്ന് പറയുന്ന ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് പാർട്ട്ണർ. ഓക്കെ. Then name an umbrella program that was launched in 2007 to promote R&D. ഒരു umbrella program പറയാനാണ് പറയുന്നത്. 2007 സ്റ്റാർട്ട് ചെയ്തത്. ഇന്റർനാഷണൽ S&T കോർപ്പറേഷൻ, സയന്റിഫിക് എക്സലൻസ്, ക്രിയേറ്റിംഗ് ആൻഡ് നർച്ചറിംഗ് S&T ഹ്യൂമൻ റിസോഴ്സ്, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. എന്താണ് അംബ്രല്ല പ്രോഗ്രാം? ഓക്കെ, R&Dക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് വരണം എന്നുള്ള പോളിസി വന്നിട്ടുള്ളത്. ഓക്കെ. Nano Mission is an umbrella program for capacity building which envisages the overall development of this field of research in the country. എന്തിനാണ്? അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഫോർ നേഷൻസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് പ്രോഗ്രാം. ഏത് മിനിസ്ട്രിയാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആൻഡ് എലിജിബിലിറ്റി എന്താണ്? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ നാനോ മിഷനെ പറ്റി പറയാനുള്ളത്. Then RED+ program is concerned with which of the following? RED+ program എന്ത് കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്? Millennium Development Goals, Nuclear Non-Proliferation Treaty, Convention on Biological Diversity and Earth Summit. എന്താണ്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിനെ പറ്റി കൂടുതൽ എന്താണ് കൺസേൺ ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് RED+ പ്രോഗ്രാം. ഓക്കെ. So, reducing emissions from deforestation and forest degradation എന്നുള്ളതാണ് RED+. This is a mechanism developed by parties of the United Nations Framework Convention on Climate Change, UNFCCC, in 2005. Okay? RED+ എന്ന് പറയുന്നത് UNFCCC 2005 ഫോം ചെയ്തിട്ടുള്ള കാര്യമാണ് RED+ പ്രോഗ്രാം. Okay? Most of the key RED+ decisions were completed in 2013 കംപ്ലീറ്റ് ചെയ്തത്. Okay, then the plus in RED+ lays out various ways in which countries have defined 3 activities: conservation, sustainable management of forest and enhancement of forest carbon stock. എന്താണ്? അതായത് RED+ലെ ഈ പ്ലസ് ഉണ്ടല്ലോ, ഈ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാണെന്നാണ് പറയുന്നത്. അതായത് പല കൺട്രീസിനും ഓരോ രാജ്യങ്ങളും ആ പ്ലസിനെ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ചില രാജ്യങ്ങൾ അതിനെ എന്താണ് കൺസർവേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ചിലർ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ചിലർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് കാർബൺ സ്റ്റോക്കിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ RED+ എന്നിടാൻ കാരണം എന്തുകൊണ്ടാണ്? പല കൺട്രീസും പല ഡെഫിനേഷൻസ് ആണ് ഇതിന് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി മലയാളം നോക്കാം. മലയാളം BMQ. താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം? കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ B 2, 3 എന്നിവയാണ് ശരി. 2, 3 ഏതാ? കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്, കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. വെറുതെയാണെന്നും വ്യർത്ഥമാണെന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് വരിക. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? ഇതിലേതാണ് തെറ്റില്ലാത്ത പദം? കുട്ടിത്തം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. ഏതാണ്? 2, 3 ആണ് തെറ്റില്ലാത്ത പദങ്ങൾ. ക്രീഡ, കാഠിന്യം, അത് രണ്ടും ശരിയാണ്. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് എങ്ങനെ? ചലച്ചിത്രം എന്താണ്? ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B 1 മാത്രം. ചലത് പ്ലസ് ചിത്രം. ചലത് പ്ലസ് ചിത്രം എന്നുള്ളതാണ് ചലച്ചിത്രം. ഓക്കെ, ചലത് പ്ലസ് ചിത്രം.
തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? തീറ്റയുടെ മാഹാത്മ്യമാണ്, ദാനത്തിൻ്റെ മാഹാത്മ്യമാണ്, തിന്നുന്നത് കൊടുക്കണമെന്നാണ്, തിന്നലും കൊടുക്കലും വെറുതെയാണ് എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ബി, രണ്ടു മാത്രമാണ് ശരി, ദാനത്തിൻ്റെ മാഹാത്മ്യമാണ്. അടുത്തത്, താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ ഏത്? ലളിതം, മൃദു, കർക്കശം, ദൃഢം. കഠിനം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതാണ് വരിക? 1ഉം 2ഉം. ലളിതം, മൃദു. അടുത്തത്, കടൽ പര്യായ പദമല്ലാത്തത്. കടൽ എന്നതിൻ്റെ പര്യായ പദമല്ലാത്ത ഏത്? പാരാവാരം, അർണവം, ആഴി, നിമഗ്ന. എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം, നിമഗ്ന എന്നുള്ളതാണ്. ഇനി ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലിയിൽ ഏതെല്ലാം? ഉരുളക്കുപ്പേരി, പകരത്തിന് പകരം, ആവശ്യത്തിന് വേണ്ടി, ഇതൊന്നുമല്ല. എന്താണ്? 1ഉം 2ഉം അല്ലേ? ഉരുളക്കുപ്പേരി, പകരത്തിന് പകരം, രണ്ടും ഒരേ മീനിങ് അല്ലേ? ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് വെച്ചാൽ ഉരുളക്കുപ്പേരി, പകരത്തിന് പകരം പറയുക. ഇനി ഗൃഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി വരാവുന്നവ ഏത്? ഗൃഹിണി, ഗൃഹ്യ, ഗൃഹിക, ഗൃഹീത. ഏതാണ്? ഓപ്ഷൻ എ, 1 മാത്രം, ഗൃഹിണി മാത്രമാണ്. ഓക്കെ, ഗൃഹി, ഗൃഹിണി. ദെൻ, കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടക പദം എന്ത്? കാറ്റ്, എങ്കിലും പൊഴിഞ്ഞില്ല, വീശി. എന്താണ് ഘടകപദം? ഓപ്ഷൻ ബി, 2 മാത്രം, എങ്കിലും എന്നുള്ളതാണ് ഘടകപദം. ഇനി സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ യോജിക്കുന്നത് ഏതാണ്? സൃഷ്ടി നടത്തുന്നവൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സൃഷ്ടാവ്. യെസ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇംഗ്ലീഷും സയൻസ് ആൻഡ് ടെക്കിലെയും മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഈസിലി സോൾവബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, സോൾവ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. പക്ഷേ ടഫായിട്ടുള്ളത് ആൻസർ ചെയ്ത് പഠിക്കുക. ഈ ഒരു രീതിയിലുള്ള ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ആൻസർ ചെയ്ത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ഏത് ലെവലിൽ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടുമല്ലോ. സോ അതുകൊണ്ട് നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് എടുക്കുക. ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിൽ പിന്നീട് വരാവുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയും എല്ലാം നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ PDF ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത മിസ് വരും. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ. ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്? 101/2022 നമ്മൾ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വേർഡ് സ്നാച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഏതാണ് അത്? റിലേറ്റ് ചെയ്തിരിക്കുന്നത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. ദ വേർഡ് സ്നാച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ 2008 വിന്റർ ഒളിമ്പിക്സ് വാസ് ഹെൽഡ് ഇൻ. എവിടെയായിരുന്നു? 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നിരിക്കുന്നത് എവിടെയാണ്? സൗത്ത് കൊറിയയിലാണ്. എന്ത് നടന്നിരിക്കുന്നത്? 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നിരിക്കുന്നത്. വിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? നോർവേ ആണ് വിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? നോർവേ ആണ്. വിമല ദേവി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ MT വാസുദേവൻ നായർസ് നോവൽ. എങ്ങനെയാണ്? ഏതാണ് വിമല ദേവി എന്ന ക്യാരക്ടർ? അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? മഞ്ഞ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ആര്? വിമല ദേവി. ഓക്കെ, MT വാസുദേവൻ നായർക്ക് പിന്നെ 1995 എന്ത് ലഭിച്ചിരിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് മഞ്ഞ്. അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് വിമല ദേവി. കൂടാതെ MT വാസുദേവൻ നായരുടെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന രണ്ടാം മൂഴ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കൃതിയാണ് അല്ലേ? നമ്മളതൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വിമല ദേവി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ MT വാസുദേവൻ നായർ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? മഞ്ഞാണ് ശരിയായ ഉത്തരം.
ഭരത് ഗോപി വൺ ദ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ഇൻ ദ ഫിലിം. ഏതാണ്? കുടിയേറ്റത്തിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഭരത് ഗോപിക്ക് നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയിരിക്കുന്നത്. കുടിയേറ്റത്തിനാണ് ഭരത് ഗോപിക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ദ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗെയിം പുന്നമടക്ക. ഇത് എവിടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? അത് പുന്നമടക്കായലിലാണ്. അതെവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? പുന്നമടക്കായൽ അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കേരള സന്ദർശനത്തിനോടനുബന്ധിച്ച് കേരള ഗവൺമെൻറ് ഒരുക്കിയിരുന്ന ഒരു മത്സരമായിരുന്നു ഈ ഒരു ചുണ്ടൻ വള്ളം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് പറയുന്നത്? ഈ ഒരു പേര് അങ്ങനെ വന്നിരിക്കുന്നത്. അത് ഏത് വർഷമാണ്? 1952 ഡിസംബർ 27 നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി ആരംഭിച്ചത്. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ദ പെൻ നെയിം ഓഫ് ദ മലയാളി റൈറ്റർ വി അയ്യപ്പൻ. വി അയ്യപ്പൻ്റെ തൂലികാ നാമം എന്താണ്? കോവിലൻ എന്നാണ് വി അയ്യപ്പൻ്റെ തൂലികാ നാമം. ദ 2018 ഏഷ്യൻ ഗെയിംസ് വാസ് ഹോസ്റ്റഡ് ബൈ. 2018 ഏഷ്യൻ ഗെയിംസ് ആരാണ്? ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ഇന്തോനേഷ്യയിൽ വെച്ചാണ് 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത്. ദ മലയാളം ഫിലിം വിച്ച് വൺ ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ 2019. ഏതാണത്? മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. അതിൻ്റെ സംവിധായകൻ ആരാണ്? പ്രിയദർശനാണ്. അതിനാണ് 2019 നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ലഭിച്ചിരിക്കുന്നത്. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ദ 2018 കോമൺവെൽത്ത് ഗെയിംസ് വെന്യൂ വാസ്. എവിടെയായിരുന്നു? 2018 കോമൺവെൽത്ത്. ഇതിലെല്ലാം ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. 2018 വിൻ്റർ ഒളിമ്പിക്സ്, 2018 ഏഷ്യൻ ഗെയിംസ്, ഇപ്പോൾ 2018 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വെന്യൂ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഓസ്ട്രേലിയ. വിച്ച് റൈറ്റർ വൺ ദ ജ്ഞാനപീഠ അവാർഡ് ഇൻ 2007. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു മലയാളിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ONV കുറുപ്പ്. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ONV കുറുപ്പിനാണ്. SK പൊറ്റക്കാടിന് എപ്പോഴാണ് ലഭിച്ചത്? 1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ MT വാസുദേവൻ നായർക്കോ? MT വാസുദേവൻ നായർക്ക് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? 2007 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരായിരുന്നു എന്നാണ്. അത് ONV കുറുപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടർ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് ഈസ് എ കാറ്റഗറി ഓഫ് ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ്. ഏതായിരുന്നു അത്? ഡോട്ട് മെട്രിക്സ് പ്രിൻറ്റേഴ്സ്. വാട്ട് ഈസ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ? എന്താണ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ? ക്രിയേറ്റിംഗ് കണ്ടന്റ് വിച്ച് ഈസിലി ക്രിയേറ്റ്സ് പബ്ലിസിറ്റി വയ സോഷ്യൽ നെറ്റ്വർക്ക്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ. അടുത്തത് FIFO ഷെഡ്യൂളിംഗ് ഈസ് നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. FIFO ഷെഡ്യൂളിംഗ് ഈസ് നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. എ ഡിവൈസ് ദാറ്റ് കണക്ട് നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. അതിനെന്താണ് നമ്മൾ പറയാറ്? ഗേറ്റ്വേ. Stealing any digital asset or information is listed as a cybercrime under which section of the IT Act? ഏതായിരുന്നു? സെക്ഷൻ 65. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് മാത്സും റീസണിങ്ങും. ഇതിൽ നിങ്ങൾക്ക് എന്താണ് 10 മാർക്കിൻ്റെ ചോദ്യം ഇവിടെ നിന്നാണ്. അപ്പം നന്നായിട്ട് തന്നെ നോക്കിക്കോളൂ. In a school of 800 students, every student reads 5 newspapers, and every newspaper is read by 100 students. The number of newspapers is. ഇങ്ങനെയാണല്ലോ ചോദ്യം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? 800 കുട്ടികളുണ്ട്. 800 സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 800. ഇനിയോ എവറി സ്റ്റുഡൻറ്റ് റീഡ്സ് 5 ന്യൂസ് പേപ്പർ. അതായത് ഓരോ കുട്ടിയും എന്താണ്? 5 ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പം എത്ര? 800 × 5 അല്ലേ? ഓക്കെ, ഇനിയോ
എവരി ന്യൂസ് പേപ്പർ ഈസ് റീഡ് ബൈ 100 സ്റ്റുഡൻസ്. ഓരോ ന്യൂസ് പേപ്പർ എത്ര ആൾ വായിക്കുന്നുണ്ട്? 100 സ്റ്റുഡൻസ്. ഓരോ ന്യൂസ് പേപ്പർ 100 കുട്ടികൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ എണ്ണം നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ, 800 into 5 divided by 100, that is equal to 40. The number of newspaper is 40. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A memorial trust donates rupees 10 lakh to a school, the interest on which is to be used for awarding 3 scholarships to students obtaining first 3 positions in the school examination every year. If the donation earns an interest of 12% per annum and the values of the second and third scholarships are rupees 40,000 and rupees 25,000 respectively, find out the value of the first scholarship. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ കിട്ടിയിരിക്കുന്ന ഡൊണേഷൻ എത്രയാണ്? 10 lakh ആണ് അല്ലേ? ഓക്കെ. ഇനി എന്താണ്? അത് എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്? 12% ഇൻട്രസ്റ്റിൽ. 12%. ഇത് എത്രയാണ്? 1,20,000 അല്ലേ? അതെ, 1,20,000 രൂപ. ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് എത്ര കൊടുത്തു? ആദ്യത്തെ അല്ല, സെക്കൻഡിനും തേർഡിനും 40,000. അതുപോലെ അടുത്ത കുട്ടിക്ക് എത്ര കിട്ടി? 25,000. ഇത് എത്രയായി? ഇത് 65,000 ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ 65,000 കുറച്ചാൽ പോരെ? അപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് നമുക്ക് കിട്ടിയല്ലോ. 55,000 രൂപയാണ് ആദ്യത്തെ കുട്ടിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ്. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. In a city, 80% of residents have a scar on one eye, 80% on an ear, 75% on an arm, 85% on a leg, and X% have a scar on all the 4 limbs. The minimum value of X is, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു റെസിഡൻസിലുള്ള 80% ആൾക്കാർക്ക് എന്തുണ്ട്? കണ്ണിലൊരു മറുകുണ്ട്. അതുപോലെ 80% ആൾക്കാർക്കോ ചെവിയിലൊരു മറുകുണ്ട്. അതുപോലെ 75% ആൾക്കാർക്ക് കയ്യിലും, അതേപോലെ 85% ആൾക്കാർക്ക് കാലിലുമാണ് മറുകുള്ളെങ്കിൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൊത്തം, അതായത് കണ്ണ്, ചെവി, കാല്, കൈ, ഇതിലും മറുകുള്ള, അതായത് എല്ലാത്തിലും മറുകുള്ള എത്ര പേരുണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഇത് നമ്മളെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം നമുക്കറിയാം 80 ഐ, നമുക്ക് ഐ ഇ ആക്കാം. അത് എത്ര ശതമാനമാണ്? 80. ഇനി അടുത്തത് എന്താണ്? ഇയർ. അത് നമുക്ക് ഇയർ, അത് ER കൊടുത്ത് അതെത്രയാണ്? 80. ഇനി അടുത്തത് ആർക്കാണ്? ആം, എ കൊടുക്കാം. അത് 75. പിന്നെ എന്താണ്? ലെഗ്, അത് 85. അപ്പം നമുക്ക് ഇയറിലും ഐയിലുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? A യൂണിയൻ B ഈക്വൽ ടു എന്താണ്? A പ്ലസ് B മൈനസ് A ഇൻ്റർസെക്ഷൻ B. അതല്ലല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ക്ലബ് ചെയ്താൽ എത്രയായി? 160. 160 100 കുറച്ച് കഴിഞ്ഞാൽ, കാരണം മാക്സിമം ആണല്ലോ 100. സോ 100 എത്രയായി? കാരണം ഇവിടെ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ബേസ് വാല്യൂ 100 ആയിട്ട് എടുത്തത്. അപ്പോൾ ഇതെന്താണ്? 60 അല്ലേ? ഇനി 60ഉം 80ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 140. 140ഉം 100 കുറച്ചാൽ എത്രയായി? 40. സോ ഇപ്പം ഇത് ഈ 40 എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? ഐയും ഇയറും ആമും ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം അതിലുള്ളത് അല്ലേ? നോക്കിയേ, നമുക്കൊന്നുകൂടി നോക്കാം. ഐ 80, ഇയർ 80, പിന്നെ ആരാണ്? ആം 75, അതേപോലെ ലെഗ്
85. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അത് എത്രയാണ്? 160. 160 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് 60 കിട്ടി. ഇനി 60ഉം 75ഉം കൂട്ടുക. അത് എത്രയാണ്? 135 ആണല്ലോ. 135 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? 35%. ഇനി 35 85 കൂട്ടിയാൽ എത്രയാണ്? 120. 120 100 കുറച്ചാലോ? 20. സോ 20% ആണ് എന്ത്? എക്സ്. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഹൗസിംഗ് സൊസൈറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 2750 people needs 100 liter of water per person per day. The cylindrical supply tank is 7 meter height and has a diameter 10 meter. For how many days will the water in the tank last for the society? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഒരു ഹൗസിംഗ് സൊസൈറ്റി ഉള്ള ആൾക്കാരുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് പീപ്പിൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2750 അല്ലേ? 2750 ആൾക്കാരാണുള്ളത്. അവിടുത്തെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2750. അതുപോലെ ഒരാൾക്ക് എത്ര വേണം? ഒരു ദിവസം അവർക്ക് ലഭിക്കേണ്ട അവർ യൂസ് ചെയ്യുന്ന വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 100 ലിറ്റർ ആണ് ഒരാൾക്ക്. അങ്ങനെയെങ്കിൽ 2750 പേർക്ക് ഒരു ദിവസം എത്ര വെള്ളം വേണം? 2750 ഇൻറ്റു 100 അതെത്രയാണ്? 2,75,000 ലിറ്റർ വെള്ളം എന്ത് വേണം? ഒരു ദിവസം വെള്ളം വേണം. ഇനി നമുക്ക് എന്താണ് അവിടെ സപ്ലൈ ചെയ്യുന്ന ടാങ്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണ്. ഹൈറ്റ് എന്താണ്? 7 മീറ്റർ. അതേപോലെ അതിൻ്റെ ഡയമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അത് എത്രയാണ്? 10 മീറ്റർ. ഡയമീറ്ററിൽ നിന്ന് റേഡിയസിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. സോ ആർ എത്രയാണ്? 5 മീറ്റർ. നമുക്കറിയാലോ വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഒരു സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 5r². എച്ച് ആണ് എന്ത്? വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5 ഇൻറ്റു r² എത്രയാണ്? 5 മീറ്റർ സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്? 7 മീറ്റർ ആണല്ലോ. ഇനി പൈയുടെ വാല്യൂ എത്രയാണ്? 22/7. 5 മീറ്റർ സ്ക്വയർ എന്തായി? 25 മീറ്റർ സ്ക്വയർ ഇൻറ്റു 7 മീറ്റർ. 25 7 എത്രയാണ്? 7 5 35. 27 14 3 17. 175. 175 അല്ലേ? നമുക്ക് 175ന് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. 25. അപ്പം നമുക്ക് എന്തായി? ഈ 7ഉം ഇതും ക്യാൻസലായി. ഈ 7ഉം ക്യാൻസലായില്ലേ? സോ 22 ഇൻറ്റു 25 അത് എത്രയാണ്? 10 4 15 1 ബാക്കി 5. 550 എന്താണുള്ളത്? ക്യൂബിക് മീറ്റർ ആണ്. നമുക്ക് ഒന്നും കൂടി അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 22/7 ഇൻറ്റു 25 മീറ്റർ സ്ക്വയർ ഇൻറ്റു 7 മീറ്റർ. നമുക്ക് ഈ 7ഉം ഈ 7ഉം ക്യാൻസലായി. ഇനി 22 ഇൻറ്റു 25 എത്രയാണ്? 5 2 10. 2 5 10. 2 2 4. 10ഉം 4 14 1 15 1 ബാക്കി 550 എന്താണുള്ളത്? ക്യൂബിക് മീറ്റേഴ്സ് ആണ്. സോ എന്തായി? 550 അല്ലേ? അതിന് നമുക്ക് എങ്ങനെ ഇതാക്കാം? ഇൻറ്റു 1000 ചെയ്താൽ എന്തിലേക്ക് മാറി? ലിറ്ററിലേക്ക് മാറി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ദിവസം എന്ന് കിട്ടില്ലേ? സോ 500 ഡിവൈഡ് ബൈ 275 2,75,000. ഇതും ക്യാൻസലായി. ഇനി ഇത് എത്രയാണ്? 275 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 550 കിട്ടും അല്ലേ? സോ 2 days ആണ് എന്ത് പറയുന്നത്? 2 days 2 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ആ വാട്ടർ ടാങ്കിൽ സപ്ലൈ നടന്നിരിക്കണം. അതാണല്ലോ ആ ചോദ്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
എ തീഫ് ഈസ് റണ്ണിങ് അവേ ഓൺ എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് എ സ്പീഡ് ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. അവിടെ കള്ളന്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് കള്ളന്റെ വേഗത. ഇനി അടുത്ത എന്താണ്? എ പോലീസ്മാൻ ചേസസ് ഹിം ഇൻ എ ജീപ്പ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്പീഡ് ഓഫ് എ ജീപ്പ് എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോളൂ, ബൈ ആണ്. അപ്പം എം എസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? എം ബൈ എസ് ആണ്. ഇഫ് ദ ഇൻസ്റ്റന്റേനിയസ് സെപ്പറേഷൻ ഓഫ് ദ ജീപ്പ് ഫ്രം ദ മോട്ടോർ സൈക്കിൾ ഈസ് 50 മീറ്റർ. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് മനസ്സിലായി. ഡി എത്രയാണ്? 50 മീറ്റർ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ പോലീസ്മാൻ ടു ക്യാച്ച് ദ തീഫ്? ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഡിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്, റിലേറ്റീവ് സ്പീഡ്സും കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് റിലേറ്റീവ് സ്പീഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. Therefore ടൈം എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇപ്പം ഡിസ്റ്റൻസ് എത്രയാണ്? 50 മീറ്റർ. ഇനി നമുക്ക് റിലേറ്റീവ് സ്പീഡ്സ് എന്താണ്? 10 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 മീറ്റർ ഡിവൈഡ് ബൈ, അപ്പോൾ എന്തായി? 25 സെക്കൻഡ് ആണ് എന്ത് വരുന്നത്? പിന്നെ പോലീസ്മാന് തീഫിനെ പിടിക്കാനുള്ള സമയം എന്ന് പറയുന്നത് എത്രയാണ്? 25 സെക്കൻഡ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ടീ മെർച്ചന്റ് blends 2 varieties of tea in the ratio of 5:4. The cost of first variety is rupees 200 per kg and that of second variety is rupees 300 per kg. She sells the blended tea at the rate of rupees 250 per kg. Find out the percentage of her profit or loss. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അയാളുടെ ലാഭശതമാനമാണോ അയാൾക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നഷ്ടശതമാനമാണോ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നെന്താ? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ രീതിയിലും, അടുത്തത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പേഴ്സൻറ്റേജും. അപ്പം നമുക്കത് ക്ലബ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ റേഷ്യോ തന്നിരിക്കുന്നത്? 5:4 അല്ലേ? 2 ടീം പൗഡറുകൾ ഒരുമിച്ചാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെയിൽ ഔട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? 5:4 ആണ്. ഇനി ആദ്യത്തെ ടീ പൗഡറിൻ്റെ റേറ്റ് എത്രയാണ്? 200 പെർ കെ ജി. അപ്പോൾ 5 × 200 എത്രയായി? 1000 അല്ലേ? 5 കിലോന് 1000. ഇനി അടുത്തത് എന്താണ്? 4 × അതിൻ്റെ റേഞ്ച് എത്രയാണ്? 300 പെർ കെ ജി. അതെത്രയായി? 1200. ഇപ്പം ടോട്ടൽ കിലോഗ്രാം എത്രയാണ്? 9 കിലോ. 9 കിലോന് അയാളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ്? 2200 രൂപയാണ്. 9 കിലോഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2200 ആണ്. ഓക്കെ, ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയണമല്ലോ. ഇവിടെ എത്ര രൂപക്കാണ് അയാൾ വിറ്റിരിക്കുന്നത്? 250 രൂപയാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 250നെ എത്ര കൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട്. എന്നാലല്ലേ ഇത് തമ്മിൽ ഈക്വൽ ആവും. 0, 45, 4, 20, 18, 4, 22. 2250 രൂപയാണ് അദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇത് കോസ്റ്റ് പ്രൈസ്, ഇതെന്താണ്? സെല്ലിംഗ് പ്രൈസ് 2250. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയാലോ. 2000 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് എന്ത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോ 200 ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി അത് പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. കാരണം 2200 രൂപക്ക് വാങ്ങിച്ച സാധനം 2250 വിറ്റിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 50 രൂപ എന്തായി? ലാഭം കിട്ടി. സോ ആ 50 എത്ര ശതമാനമാണെന്ന് കാണിക്കേണ്ടത്. അപ്പോൾ 2250 മൈനസ് 2200 എന്ന് പറഞ്ഞാൽ 50. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 2200 ഇൻറ്റു 100 എത്രയാണ്? 50ൽ 22 എത്ര പ്രാവശ്യം? 22 2 44. 60ൽ 3 വരില്ലല്ലോ, 2 വരും. 44. 160ൽ 7 പ്രാവശ്യം. അപ്രോക്സിമേറ്റ്ലി 2.27% ആണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന
പ്രോഫിറ്റ്. ലാഭശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 2.27%. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Three women and 6 men can together finish an embroidery work in 5 days, while 4 women and 7 men can finish it in 4 days. The number of days taken by one woman alone to finish the work and also that taken by one man alone are respectively. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 സ്ത്രീകളും 6 പുരുഷന്മാരും കൂടി ഒരു എംബ്രോയിഡറി വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 ദിവസമാണ്. അങ്ങനെയെങ്കിൽ 4 സ്ത്രീകളും 7 പുരുഷന്മാരും കൂടി ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ്, അതേ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 4 ദിവസം. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അതേപോലെ ഒരു പുരുഷൻ മാത്രമാണ് ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് അത് ഫിനിഷ് ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 3 women plus 6 men. 3 വുമണും 6 മെന്നും കൂടി ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന എംബ്രോയിഡറി വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 days ആണ്. ഇനി അടുത്തത് എന്താണ്? 4 men and 4 women and 7 men can finish it in 4 days. ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. അതായത് 5ന്റെയും 4ന്റെയും LCM. 5ന്റെയും 4ന്റെയും LCM എത്രയാണ്? 20 ആണ്. സോ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20/5. 4 ആണ് 3 വുമൻ്റെയും 6 മെന്നിൻ്റെയും എഫിഷ്യൻസി. ഇനി ഇവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 20/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 4 വുമൺ പ്ലസ് 7 മെൻ ഈക്വൽ ടു എന്താണ്? 5 ആണ് അവരുടെ എഫിഷ്യൻസി വന്നിരിക്കുന്നത്. ഇനി ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ 4 വുമണിന് 3 വുമൺ മൈനസ് ചെയ്താൽ എത്ര? 1 വുമൺ പ്ലസ് 1 മെൻ ഈക്വൽ ടു 1 ആണ് അല്ലേ? ഇനി അടുത്തത് എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒന്നിൽ പുട്ട് ചെയ്യുക. സോ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിൽ റിലേഷൻ ആക്കാം. എങ്ങനെ? 3 women പ്ലസ് 3 men ഈക്വൽ ടു 3. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചാൽ പോരെ? 3 women 3 women കുറച്ചാൽ 0. 6 men എന്ന് 3 men കുറച്ചാൽ എത്ര? 3 men ഈക്വൽ ടു എന്താണ്? 4 minus 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എം എത്രയാണ്? 1/3. ഇപ്പം എമ്മിൻ്റെ എഫിഷ്യൻസി കിട്ടി. എത്രയാണ്? 1/3. ഇനി അടുത്തത് ത്രീ മെന്നിൻ്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി എന്താണ്? 1/3. ഇനി നമുക്ക് വുമൻ്റെ എഫിഷ്യൻസി കാണാം. അത് നമുക്ക് ഇതിൽ പുട്ട് ചെയ്താൽ പോരെ? 1 woman പ്ലസ് 1/3 ഈക്വൽ ടു എന്താണ്? 1 ആണ്. ദെർഫോർ 1 woman ഈക്വൽ ടു എത്രയാണ്? 1 മൈനസ് 1/3, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2/3. അപ്പം നമുക്ക് എന്ത് കിട്ടി? വുമൻ്റെ എഫിഷ്യൻസിയും കിട്ടി. ഇപ്പം നമുക്ക് മെന്നിൻ്റെ എഫിഷ്യൻസിയും കിട്ടി, വുമൻ്റെ എഫിഷ്യൻസിയും കിട്ടി. നമുക്ക് ടോട്ടൽ വർക്ക് 20 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡ് ബൈ 1/3 ഇങ്ങനെയായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ 20 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 60. അതായത് ഒരു മെൻ ആ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്ത് എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് 60 ദിവസമാണ്. 60 days. ഇനി വുമൻ്റെ എഫിഷ്യൻസി നോക്കാലോ. 2/3 ആണ്. സോ 20/1 ഡിവൈഡ് ബൈ 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × 3 ഡിവൈഡ് ബൈ 2. 30 days. 30 days ആണ് എന്ത് ചെയ്യുന്നത്? വുമൺ ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഒരു സ്ത്രീ മാത്രം ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയം 30 ദിവസമാണ്. അതേപോലെ ഒരു പുരുഷൻ ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 60 ദിവസം. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഇൻ ദ സീക്വൻസ് ഗിവൺ ബിലോ ദ നമ്പർ ആഫ്റ്റർ 34. ഇവിടെ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. എന്താണ് ആ സീക്വൻസ്? 3 3 4 7 7 30 30 21 22 31 34. അത് നമുക്കറിയില്ല. ഇങ്ങനെയാണല്ലോ ആ സീരീസ് പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. 3 4 4 കഴിഞ്ഞ് 7 7 കഴിഞ്ഞ് 7
13 × 13. അപ്പോൾ അതൊരു ക്ലബ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നോക്കാം, ഒന്നിടവിട്ട്. അപ്പം 3 ഉം 4 ഉം 7, 7 ഉം 6 ഉം 13, 13 ഉം 8 ഉം 21, 21 ഉം 10 31, 31 ഉം 12 എത്രയാണ്? 43. ഇതാണ് ശരിയെങ്കിലും നമുക്ക് അടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 3 7, 7 6 13, 13 9 22, 22 ഉം 12 എത്രയാണ്? 34. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ അടുത്ത സീരീസ് ഏതാണ്? 43 ആണ് ശരിയായ ഉത്തരം. പിന്നെ അടുത്ത ചോദ്യം നോക്കാം. Okay, two signs in the below equation have been interchanged. Find out the two signs to make the equation correct. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 4 divided by 10 into 1 plus 5 minus 2 equal to 4. ഇങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് സൈൻസ് തമ്മിൽ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു റിലേഷൻ ശരിയാകും. ഇപ്പം നോക്കിയേ, ഇവിടെ 4 divided by 10. 4/10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻസാണ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെന്തായാലും ഇവിടുന്ന് മാറ്റണം. ഇനി അടുത്ത എന്താണ്? ഇവിടെ -2 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് ഇവിടെയും ഇവിടെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 4 എന്തായി? ഇൻ്റർചേഞ്ച് ചെയ്തു. +10 × 1 divided by 5 -2. നോക്കിയേ, 4. 10/5 2 -2. ഇത് ക്യാൻസൽ ആയല്ലോ, 4 അല്ലേ? സോ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? ഡിവിഷനും മൈനസും തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻ്റർചേഞ്ചിങ് നടക്കേണ്ടത്. ഇത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ ചൂസ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Sonu starts walking towards south. After walking 25 meters, she turns towards north. After walking 30 meters, she turns towards east and walks 20 meters. She then turns towards south and walks 5 meters. How far is she from her original position and in which direction? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സൗത്തിലേക്കാണ് ഫസ്റ്റ് യാത്ര ആരംഭിക്കുന്നത്. എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? 25 മീറ്റർ. അതിനുശേഷം എന്ത് ചെയ്തു? ഷീ ടേൺസ് ടുവാർഡ്സ് നോർത്ത്. ഇവിടെ നിന്ന് തന്നെ നോർത്തിലേക്ക് ഇതാക്കിയിട്ട് എന്ത് ചെയ്തു? എത്ര പോയി? 30 മീറ്റർ. ഓക്കെ. ഷീ ടേൺസ് ടുവാർഡ്സ് ഈസ്റ്റ് ആൻഡ് വാക്ക് 20 മീറ്റർ. She then turns towards south and walks 5 meters. How far is she from her original position and in which direction? ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ? ഇവിടുന്ന് 25 മീറ്റർ താഴേക്ക് വന്ന് എന്നിട്ട് എന്ത് ചെയ്തു? 30 മീറ്റർ മേലേക്ക് പോയി. ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? 5 മീറ്റർ നോർത്തിലുള്ളത്. അവിടുത്തെ എന്ത് ചെയ്തു? ഇവിടെ 5 മീറ്റർ നോർത്താണേ. ഇവിടുന്ന് 20 മീറ്റർ ഈ കിഴക്കോട്ട് പോയിട്ട് എന്ത് ചെയ്തു? സൗത്തിലേക്ക് 5 മീറ്റർ വന്നു. അപ്പം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അപ്പോൾ എത്രയാണ്? 20 മീറ്റർ എവിടെയാണുള്ളത്? 20 മീറ്റർ. ഇത് ഈക്വൽ ആണല്ലോ. 20 മീറ്റർ ഈസ്റ്റിലാണ് ആരിയിരിക്കുന്നത്? സോനു ഇരിക്കുന്നത്. സോ ഒറിജിനൽ പൊസിഷൻ 20 മീറ്റർ ഈസ്റ്റിലായിട്ടാണ് ആരുള്ളത്? സോനു ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The numbers 12, 3 and 7 on a clock face are joined to form a triangle. The 3 angles of this triangle are. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് നമുക്കറിയാം. എന്താണ്? 360 ഡിഗ്രി മണിക്കൂർ സൂചി എടുക്കാൻ എത്ര സമയം എടുക്കും? 12 മണിക്കൂർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു 360 ഡിഗ്രി ഫോം ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര ആംഗിൾ വരും? അതെന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡ് ബൈ 12. അപ്പോൾ എത്രയാണ്? 30 ഡിഗ്രി.
ഈ 30 ഡിഗ്രിയാണ് എന്ത് 1 അവർ അല്ലേ? അങ്ങനെയെങ്കിൽ 12 അവർ എന്താണ്? 12ന് 3 എടുക്ക് 9. 9 ഇൻറ്റു 30 അത് എത്രയാണ്? 270. നമുക്കറിയാം 180ന് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ 200 അതിനെ നിന്ന് മൈനസ് ചെയ്യണം, 180 വെച്ച് കുറയ്ക്കണം. എത്രയാണത്? 90. ഇനി അടുത്തത് എന്താണ്? അപ്പോൾ നമുക്ക് ഒരു ആർക്ക് ഫോം ആയി. അടുത്തത് എന്താണ്? 3ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3ഉം 7ഉം തമ്മിൽ 4ആണ് ഡിഫറൻസ് വരുന്നത്. സോ 4 ഇൻറ്റു 30 120. ഇത് സെക്കൻഡ് ആർക്ക്. തേർഡ് എത്രയാണ്? 7 12ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ഇൻറ്റു 30 150. ഇനി ഇതിൻ്റെ പകുതി ചെയ്താൽ പോരെ? സോ 90ൻ്റെ പകുതി എത്രയാണ്? 45. 120ൻ്റെ പകുതി എത്രയാ? 60. 150ൻ്റെ പകുതിയോ? 75. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എത്രയാണ്? 45 60 75. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എന്താണ്? 180. 45ഉം 60ഉം എത്രയാണ്? 105 പ്ലസ് 75 എത്രയാണ്? 180. സോ ഈ ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ആ ട്രയാങ്കിൾ ഓരോരോ ആംഗിൾസ് ഏതൊക്കെയാണ്? 45 ഡിഗ്രി 60 ഡിഗ്രി 75 ഡിഗ്രി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8 7 6 8 7 6 സെക്കൻഡ് റോ. തേർഡ് 88 77 ഇതറിയില്ല. അടുത്തത് 5632 3773 31 32 ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് തമ്മിൽ എന്താ റിലേഷൻ നോക്കാം. നോക്കിയേ, 8 8 88 7 7 77 6 6 66. ഇത് നമുക്ക് ചെയ്യാം. ജസ്റ്റ് 66 ഇടാം. ഇനി ഇത് ശരിയാണോ നോക്കാം. നമുക്ക് 8 8 എത്രയാണ്? 64. 64 ഇൻറ്റു 88 എത്രയാ? 8 4 32 3 ഭാഗ്യം 6 8 48 8 4 32 56 5 6 3 2 ശരിയായി. അപ്പം അടുത്ത ഒന്ന് നോക്കാം. 49 77 9 7 63 7 4 28 9 7 63 37 73. സോ അതും ശരിയായി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നോക്കാം. 36 ഇൻറ്റു 66 6 6 36 3 6 18 6 6 എന്താണ്? 36 8 6 14 3 17 23 23 76 6 6 36 66 6 6 36 3 ബാക്കി 3 6 18 6 6 36 3ഉം 8ഉം 14 6ഉം 14 6ഉം 20 അല്ലേ? 2 3 11 11 6ഉം 17 കറക്റ്റാണ്. 3 1 4 1 5 57 7 3 6 18 18ഉം 5ഉം എത്രയാണ്? 23. അപ്പോൾ 31 32 സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമുക്കതൊന്നുകൂടി നോക്കണം. ഈ രണ്ട് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 31 32നെ 36 കൊണ്ട് ഹരിച്ച് നോക്കാലോ. 31 32 നമുക്ക് എന്ത് ചെയ്യാം? 36 കൊണ്ട് ഹരിക്കാം. അപ്പം എത്ര പ്രാവശ്യം പോകും? 36 8 6 6 48 4 8 3 24 4 28. സോ 13 8 5 അടുത്തത് 10 8 2 252 ആണുള്ളത്. അപ്പം എത്രയാണ്? 7 7 6 42 4 4 7 3 21 4 25. സോ 87 ഇവിടെ വരേണ്ട വാല്യൂ. അങ്ങനെയെങ്കിൽ ഈ 31 32 കറക്റ്റാണ്. സോ എന്താണ്? ഇത് തമ്മിൽ എന്ത് ചെയ്യും? ഇൻഡു ചെയ്യുന്നതാണ് നടക്കുന്നത്. സോ 36 ഇൻറ്റു 87 ചെയ്താലാണ് 31 32 ലഭിക്കുക. നമ്മൾ ജസ്റ്റ് 66 ഇട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ? തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 31 32നെ എന്തുകൊണ്ട് ഹരിച്ചു? 36 കൊണ്ട് ഹരിച്ചു. അപ്പം നമുക്ക് കിട്ടി 87. സോ റൈറ്റ് ആൻസർ എന്താണ്? 87. ഓപ്ഷൻ ഡി ആണ് ശരിയായ
ഉത്തരം. അടുത്തത്, in a certain code language hand is written as 27. HAND 27. Work 67. ബോട്ട്. ഇതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, H8, A1, N14, 4. 8ഉം 1ഉം 9, 9ഉം 14, 23ഉം 4, 27. ഇനി ഇത് നോക്കിയേ, 23, 15, 18, 11. 3ഉം 5ഉം 8ഉം 8ഉം 16, 1ഉം 17. 2ഉം 3ഉം 2 1 3 4 5 1 6, 67. അങ്ങനെയെങ്കിൽ ഇത് എത്രയാണ്? 2, 15, 1, 20. ഇപ്പം എത്രയായി? 21ഉം 17. 21ഉം 17 എത്രയാണ്? 38. 38 റൈറ്റ് ആൻസർ. അപ്പം മനസ്സിലായല്ലോ എന്ത് ചെയ്തു? ലെറ്റേഴ്സ് തമ്മിൽ ആഡ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? റേച്ചൽ ഈസ് മദർ ഇൻ ലോ ഓഫ് ഫോബി. ഫോബി ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് റോസ്. ചന്ദ്ലർ ഈസ് ദ ഫാദർ ഓഫ് ജോയ്, ദ ഓൺലി ബ്രദർ ഓഫ് റോസ്. ഹൗ ഈസ് റേച്ചൽ റിലേറ്റഡ് ടു റോസ്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റേച്ചല് ഫോബിയുടെ അമ്മായിയമ്മയാണ്. ഇത് റേച്ചലിൻ്റെ മകൻ്റെ ഭാര്യയാണ് ആര്? ഫോബി. PH. ഓക്കെ, ഇത് മകൻ എന്നുള്ള മീനിങ് ആണ്. ഇനി ഫോബി ഈസ് സിസ്റ്റർ ഇൻ ലോ ഓഫ് റോസ്. അപ്പം ഇയാളുടെ പെങ്ങളാണല്ലോ റോസ്, അങ്ങനെയെങ്കിലല്ലേ സിസ്റ്റർ ഇൻ ലോ ആവും. ഇനി എന്തായി? ചാൻഡലർ ഈസ് ദ ഫാദർ ഓഫ് ജോയ്. പിന്നെയോ ജോയ് ഈസ് ദ ഓൺലി ബ്രദർ ഓഫ് റോസ്. സോ ജോയ് എവിടെ വരും? ഇനി ഇയാളുടെ അച്ഛനാണ് ആര്? ചാൻഡലർ. ഇവിടെ എന്താ ചോദിച്ചത്? ഹൗ ഈസ് റേച്ചൽ റിലേറ്റഡ് ടു റോസ്? റേച്ചൽ എന്ന് പറയുന്നത് റോസിൻ്റെ അമ്മയാണ് അല്ലേ? സോ ദ ആൻസർ ഈസ് മദർ. കാരണം റോസിൻ്റെയും ജോയുടെയും അമ്മയാണ് റേച്ചലും, അതുപോലെ അച്ഛൻ ചാൻഡലറും, അതുപോലെ ജോയുടെ വൈഫാണ് എന്ത്? ഫോബി. അങ്ങനെയെങ്കിലാണ് റോസ് എന്ത് ചെയ്യുക? ഫോബിയുടെ സിസ്റ്റർ ഇൻ ലോ ആവും. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The probability that a leap year selected at random will contain either 53 Tuesdays or 53 Wednesday is. നമുക്കറിയാം ലീപ്പ് ഇയർ ആകുമ്പോൾ എങ്ങനെയാണ്? ലീപ്പ് ഇയറിൽ എത്ര ദിവസം ഉണ്ടാവും? 366 ദിവസമാണ് ലീപ്പ് ഇയറിൽ ഉണ്ടാവും. സോ നമുക്ക് അതിന് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഹരിച്ചാൽ എത്ര വീക്സ് ഉണ്ടാവും നോക്കാം. 7 5 35, 16 2 പ്രാവശ്യം. സോ എന്ത് ചെയ്യുന്നത്? ആ 52 വീക്സും അതുപോലെ 2 ഡേയ്സും ഫോം ചെയ്യും ആണല്ലോ. അതെ. അപ്പോൾ അതെങ്ങനെയായിരിക്കും? സൺഡേ, മൺഡേ, മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ. വീണ്ടും എന്ത് ചെയ്യും? ഈ ഒരു മോഡലാണ് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഐദർ ട്യൂസ്ഡേ ഓർ വെനസ്ഡേ. അപ്പോൾ ട്യൂസ്ഡേ ഇവിടെ വരും, ട്യൂസ്ഡേ ഇവിടെ വരും, അവിടെ വെനസ്ഡേ വരും, ഇവിടെ എന്ത് ചെയ്യുന്നു? വെനസ്ഡേ വരും. അപ്പം 3 3 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 7 അല്ലേ? 1 2 3 4 5 6 7. സോ 3/7 ആണ് അത് വരാനുള്ള പ്രോബബിലിറ്റി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ചോദ്യം. 2 ഇതാ നോക്കിയേ, 2 3 134 4 5, അതുപോലെ 1 3 121 7 5 2 3 -7 5. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ നോക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 3ഉം 6, 6 5 30, 34 120 വരുന്നത്. അപ്പം 120 പിന്നെ എത്ര വേണം? 134 ആവാണ്. 14. നോക്കിയേ, 2ഉം 3ഉം 5, 5 5 10 14. സോ നമുക്ക് എന്ത് കിട്ടി? അതായത് 2 × 3 × 4
ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് കിട്ടി എന്താണ്? 6 4 6 5 30 120 കിട്ടി. പിന്നെ എന്ത് ചെയ്തു? 2 + 3 + 4 + 5 ചെയ്തു. അതെത്രയാണ്? 2 3 5 4 9 5 14. സോ ഇതിൻ്റെ ടോട്ടൽ തുക എത്രയാണ്? 134. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലായി. അത് ശരിയാണെങ്കിൽ ഇതും അതേപോലെ നടക്കണം. പിന്നെ നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് ഇപ്പം എന്ത് ചെയ്യണം? 1 × 3 × 7 × 5 അതെത്രയാണ്? 21. 21 5 എത്രയാണ്? 105 അല്ലേ? 105 അവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? 1 + 3 + 7 + 5 എത്രയാണിത്? 7 5 12 12 3 15 1 16 നമുക്കിവിടെ കൂട്ടണം. സോ 121 വരുമല്ലോ. 6 5 11 2 1 121 എന്തായി? ടോട്ടലായിട്ട് വന്നു. അപ്പോൾ ഇതും എന്തായി? സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്കത് അതേപോലെ ചെയ്താൽ പോരെ. 2 × 3 × 5 × 7 അതെത്രയാന്ന് നോക്കാം. 2 3 6 6 5 30 30 × 7 210. ഇനി അടുത്തത് എന്താണ്? 2 + 3 + 5 + 7 അതെത്രയാണ്? 2 3 5 5 10 7 17. സോ ദ ആൻസർ ഈസ് 227. അപ്പോൾ 227 എന്ത്? മിസ്സിംഗ് നമ്പർ. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം നമ്മളിന്ന് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിമിനറി പരീക്ഷയുടെ ഭാഗമായിട്ട് 6 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്സ് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്